നിർവാണ ഇതും കൂടെ ഒന്ന് എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് ഇച്ചിരി ചാറും ഇട്ട് നോക്കാം എങ്ങനെയുണ്ട്. എന്തിനും കൂടാ നോക്കിന്. ഈ അപ്പം എന്താ ഈ പൊറോട്ടയുടെ കോയിനപ്പായി പോലെ പോയത്. സൂപ്പറാണല്ലോ. ചുമ്മാല്ല ചെപ്പില്ല എന്ന് പറയുന്നത്. ഇനി പ്രോൺസോടൊന്ന് തിങ്ങി നോക്കാം. പ്രോൺസ് നിർവാണം ഉണ്ടാക്കാൻ പോവാം. സ്പെഷ്യലായിട്ട് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി കേട്ടോ. ഞാനല്ല എടുത്ത് വെച്ചത്. ഞാൻ മിക്സ് ചെയ്ത് പോകട്ടോ. കണ്ണോക്കിക്കോണേ. നമ്മൾ കുറച്ച് പ്രോൺസ് അങ്ങോട്ട് ഇടുക. ഇതാണ് ചെമ്മീൻ നിർവാണം. ഷെഫ് പിള്ളയുടെ നിർവാണയാണ് ഇത്. ഷെഫ് പിള്ളയല്ല, ഇത് അനൂപിൻ്റെ നിർവാണം. ഫിഷല്ല പ്രോൺസ് കേട്ടോ. നിങ്ങളുടെ രാത്രിത്തെ ഇതാ. ഇഞ്ചി ജിഞ്ചർ ഗാർലിക്കാ കേട്ടോ. ഇത് ഇട്ടോ ഉപ്പിട്ടോ. ഉപ്പ് ഇട്ടോ അങ്ങോട്ട് ഇട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി. നമുക്കൊന്ന് മിക്സ് ചെയ്യും. ഇതൊന്ന് ഇത് ചെയ്യണം. കുരുമുളക് പൊടിയാണ് ഇടുന്നത്. മീനിൻ്റെ ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ടുള്ളത് കേട്ടോ. ഞാൻ ഇച്ചിരി വിനീഗരോട് ഒഴിക്കുക കേട്ടോ. ഒരു 3/4 മണിക്കൂറത്തേക്ക് ഞാനിത് ഇറക്കി വെക്കുക. എന്നിട്ട് നമുക്ക് നോക്കാം. ഞാൻ കാണിക്കാം. എന്നിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ നേരം എടുക്കാം. നേരെ ബാക്കി കാണാം എൻ്റെ കുക്കിങ് ചെയ്യാനുള്ളത്. ഒന്നിത് അത് കുഴപ്പമില്ല. അത് കഴിക്കാനുള്ള അല്ലേ. രണ്ടെണ്ണം വാഷ് ചെയ്തെടുക്കണം. കഴിഞ്ഞിട്ട് എണ്ണയകത്ത് ഒഴിച്ച് വാട്ടിയെടുക്കണം. നമുക്കല്ല നല്ല നമ്മുടെ ഫിഷ് നിർവാണ റെഡിയാകത്തുള്ളൂ. അതിൽ അങ്ങനെ നമ്മൾ വാട്ടാൻ പോവാം. ഉണ്ടോ? ഇങ്ങനെ നമ്മൾ വാട്ടിയെടുക്കുന്നുണ്ടോ? ചട്ടി വരെ കഴിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. വായയിലും ചട്ടിയും കൂടെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് ആദ്യം കൊഞ്ച് വറക്കാം. കൊഞ്ച് ഫ്രൈ ചെയ്യാം. പ്രോൺസ് എണ്ണ ഒഴിക്കുക. അവൾക്ക് അവിടെ എണ്ണ തീർക്കുമെന്ന് പേടിയാ കേട്ടോ. അത് ചൂടാക്കണം. അങ്ങ് മാറ്റി വെച്ചാൽ മതി. എൻ്റെ അറിയോ കുറച്ച് എണ്ണ മാറ്റാൻ പോയി. കൊഞ്ചങ്ങോട്ട് ഫ്രൈ ചെയ്യാനിട്ടുക. ഉണ്ടോ? പേടിയാണ് ഇവർക്കെല്ലാം എണ്ണയാകെ. ഇതൊക്കെ കിച്ചൺ കാണാത്ത പേടിച്ചായിരിക്കുന്നവർക്ക്. നമ്മളിത് എത്ര എണ്ണകളൊക്കെ കണ്ടിട്ടുള്ള. നിന്റെ ഏത് ഇതെടുത്താലാ ശരിയാവും? എല്ലാം ഒന്ന് മറിക്കുന്നത് പെട്ടെന്ന് ഇതാവും പ്രോൺസ്.
നിർത്തിക്കോ. അങ്ങനെ നമ്മൾ പ്രോൺസ് വറുത്തത് നമ്മൾ ഇതിനകത്തോട്ട് ഇടുക. ഇനി നമ്മളിവിടെ ബാക്കി പരിപാടികൾ ചെയ്യാൻ പോവാം. ചട്ടി വെക്കുക. ഇതാണ് നമ്മുടെ ചട്ടി. എടുത്ത ചെറിയ തീ എന്ന് കൊടുത്തു. ഇനി നമ്മളിത് ഇടുമല്ലേ. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കും കേട്ടോ. സ്വല്പം മതി. അതൊന്ന് ചൂടാകട്ടെ. ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന പ്രോൺസ്, നമ്മളിപ്പോൾ വറുത്ത പ്രോൺസ് നമ്മളിടാൻ പോവാം. അങ്ങ് ഇടുക. ഉണ്ടോ, ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പ്രോൺസ് ഇടുക. ഓ, എന്തൊരു ചൂടാ കിച്ചണി. ഈ കിച്ചണിനകത്ത് ഫാൻ ഇല്ലല്ലേ നമ്മുടെ. ഇനി നമ്മൾ അതെ മാങ്ങ, കരിയാപ്പില, പച്ചമുളക്, ഇഞ്ചി, ഇത് തേങ്ങാപ്പാൽ. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കാൻ പോവാം. തേങ്ങാപ്പാൽ നമ്മൾ ഒഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഇഞ്ചി ഇട്ടു. മാങ്ങ ഇട്ടു. പച്ചമുളക്, കരിയാപ്പില ഇട്ടു. ഇങ്ങോട്ട് കണ്ടു. അത് മതി. കുരുമുളക് പൊടി ഇട്ടു. ഉപ്പിടണ്ടായോ? ഇല്ല, അങ്ങനെ നമ്മളിത് അടച്ച് വെക്കുമോ ഒരു കുറച്ച് നേരത്തേക്കും തിളക്കട്ടെ. നല്ല മണം വരുന്നുണ്ട് കേട്ടോ, അടിപൊളി. അപ്പം ഉപ്പ് ഇടാൻ പോവാം. അപ്പം നമ്മൾ കുറച്ച് ഉപ്പിട്ടു. നല്ല തിളയ്ക്കുന്നുണ്ട്. ആണോ? അടയ്ക്ക്. നമുക്ക് ഇനി ഇത് എടുത്ത് വെക്കണ്ട. അത് ഈ ചട്ടി തന്നെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ ഇതാ ഞങ്ങളുടെ ആശക്കുട്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയ പ്രോൺസ് നിർവാണ. അത് വായി വരുന്നില്ല കേട്ടോ, നിർവാണ എന്നുള്ളത്. ഷെഫ് പിള്ള അല്ല, അനൂപ് വർഗീസിൻ്റെ കേട്ടോ. ഇനി കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് ഇവർ പറയും. അതിന് മുമ്പേ ഇത് ഞാനൊന്ന് കുളിച്ച് റെഡിയായിട്ട് വരട്ടെ. നമ്മുടെ പ്രോൺസ് നിർവാണ റെഡിയായി. അതിൻ്റെ കൂട്ടത്തിൽ അപ്പവും ചപ്പാത്തി. ഹോം മെയ്ഡ് അല്ലേ എല്ലാം. പ്രോൺസ്, അപ്പം, ചപ്പാത്തി. ഒരു ഫോട്ടോയും കൂടെ എടുക്കും. അപ്പത്തിൻ്റെ കൂടെ നല്ലത്. നീ ആശ കഴിക്കുമ്പോൾ എടുക്കുക കേട്ടോ. നീ എടുത്ത് കഴിക്കടാ. ഞാൻ ഉണ്ടാക്കി നിനക്ക് തന്നതല്ലോ സ്പെഷ്യലായിട്ടോ. ഇരിക്കേ വായിത്തന്നോ. അടുക്കളയിലെ എന്നെ കേറ്റാതെ തന്നെത്താനെല്ലാം ചെയ്യാം. ഓ, അങ്ങനല്ലേ. ഞാൻ നെക്സ്റ്റ് ടൈം ആട്ടോ. സൂപ്പറാ കേട്ടോ. അമ്മ കഴിക്കുന്ന കഴിഞ്ഞോ?